ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മോഹൻ വിത്ത് ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോസിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പൊന്നാങ്കണ്ണി ചീരയില്ലേ, പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. പിന്നെ ചെറുചീര എന്നൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ പേരെല്ലാം അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഗ്രോ ബാഗിൽ നട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പരിപ്പിട്ട് കറി വെക്കുന്നത്. പിന്നെ ഇന്ന് പണിമുടക്കൊക്കെ അല്ലേ, അപ്പോൾ ഒരു വാഴയുണ്ട്, അത് വെട്ടിയിട്ട് അതിൻ്റെ കൊല എടുത്തിട്ട് ഉപ്പേരി വെക്കുക, അതിൻ്റെ ഉണ്ണിത്തണ്ടെടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മൾ പ്രകൃതി എന്താ പറയുക, ജൈവമായിട്ടുള്ള വിഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. അപ്പം അത് സമൂഹത്തിനൊരു നല്ല മെസ്സേജാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കും. നാച്ചുറലായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പൊന്നാങ്കണ്ണി ചീര ഒന്ന് നുള്ളുന്നത് ഒന്ന് പോവാം. ഓക്കെ. കണ്ണിന് പൊന്നായ പൊന്നാങ്കണ്ണി അല്ലേ? പറഞ്ഞു. വൈറ്റമിൻ എ ഏറ്റവും കൂടുതലുള്ള ഇലക്കറിയാണ് പൊന്നാങ്കണ്ണി. അതാണ് പൊന്നാങ്കണ്ണി. കണ്ണിന് പൊന്നാണ്. അതായത് കണ്ണ് കാഴ്ചക്കുറവൊക്കെ ഇല്ലേ, കാഴ്ചക്കുറവിനൊക്കെ നല്ലതാണ്. നിറയെ ഉണ്ടായിരുന്നു. ഞാൻ ഈ വർക്കിന് ഇപ്പോൾ കയറിയപ്പോൾ പിന്നെ നോക്കാൻ പറ്റില്ല, എല്ലാം പുല്ല് പിടിച്ചിരിക്കുകയാണ്. പിന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, കാൽസ്യം എല്ലാം അടങ്ങിയതാണ് പൊന്നാങ്കണ്ണി ചീര. നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ നമ്മളെ വയറിൻ്റെ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് പ്രശ്നത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം എല്ലാവരും ഈ ജൈവ ഭക്ഷണത്തിലേക്ക് എല്ലാവരും കോൺസെൻട്രേഷൻ ചെയ്യുക. നമ്മളെ ഹെൽത്ത് കെയർ ചെയ്യുക. അതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ. പൂക്കളാണ്. ഇതായി നന്ദിയാർ വട്ടം. ഇത് നിറയെ പൂവുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ മഴയായപ്പോൾ പിന്നെ ഇതെന്താ, തുളസിക്കാടാണ്. തുളസി അല്ലേ? തുളസിക്കാട്. പിന്നെ തെച്ചി. ഇതൊക്കെ ഞങ്ങൾ മുന്നിക്കണ്ണൻ്റെ മാലയുടെ ഉറവിടങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇങ്ങനെ ഒരു തുളസിത്തറ അല്ലേ? പിന്നെ തുളസിത്തറ